അഡ്വക്കേറ്റ് ഹസ്ക അന്വേഷണം പ്രഖ്യാപിക്കുക വഴി ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള എം.ആർ. അജിത് കുമാറിനെ കൈവിടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു എന്നാണോ മനസ്സിലാക്കേണ്ടത്? മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ ADGP അജിത് കുമാറിൻ്റെ കൂടെ പോയ RSS നേതാവിന് നോട്ടീസ് അയക്കുന്നതൊക്കെ കേൾക്കുന്നത്. താങ്കളൊരു അഭിഭാഷകനല്ലേ അഡ്വക്കേറ്റ് ഹസ്ക? എന്തെങ്കിലും ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സാക്ഷിയായും അതുപോലെ പ്രതിക്കും നോട്ടീസ് അയക്കും അല്ലേ? സ്വാഭാവികം. പക്ഷേ ഇവിടെ എന്ത് ക്രിമിനൽ ഒഫൻസാണ് നടന്നിരിക്കുന്നത്? ഒന്നും വ്യക്തമാകുന്നില്ലല്ലോ. ഇപ്പോൾ എന്തായാലും പാർട്ടിക്കകത്ത് നിന്ന് വലിയ മുറവിളി, അതുപോലെ ഇടതുമുന്നണിക്ക് അകത്ത് നിന്നും വലിയ വിമർശനം വന്നു. CPI അടക്കമുള്ള കക്ഷികൾ പറഞ്ഞു ഇതിൽ അന്വേഷണം വേണം, ADGPയെ മാറ്റി നിർത്തണം എന്നൊക്കെ. അതൊക്കെ നടക്കട്ടെ. പക്ഷേ എങ്കിലും മുഖ്യമന്ത്രി ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒടുവിൽ അജിത് കുമാറിനെ കൈവിടാൻ തന്നെ തീരുമാനിക്കുന്നു. അജിത് കുമാറിനെ ബലിയാടാക്കാനാണോ തീരുമാനം? നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതിന് വ്യത്യസ്തമായ സംഭവങ്ങൾ പൊതുമണ്ഡലത്തിൽ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തുന്നതിന് പറ്റുന്ന ഒരു തരത്തിലുള്ള മരവിപ്പാണ് ഇക്കാര്യത്തിലുള്ളത്. കാരണം നിങ്ങൾ ഇന്നുവരെ പറഞ്ഞിരുന്നത് ശ്രീ എം.ആർ. അജിത് കുമാറിനെതിരെ യാതൊരു തരത്തിലുള്ള അന്വേഷണം നടത്തുന്നുള്ള ആർജവം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനോ കേരളത്തിലെ മന്ത്രിസഭയ്ക്കോ ഇല്ല എന്ന് പറഞ്ഞു. അജിത് കുമാറിന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ അന്വേഷണം നടക്കുന്നുണ്ട്, അതുപോലെ അദ്ദേഹം സ്വത്ത് സമാഹരിച്ചതിൽ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ADGP എം.ആർ. അജിത് കുമാർ RSSന്റെ നേതാവിനെ കണ്ടു. അതിലെന്താണ് ക്രിമിനൽ ഒഫൻസ് ഉള്ളത്? അദ്ദേഹത്തിനെ കാണാൻ പാടില്ല എന്നാണോ? ഇപ്പം രഹസ്യമായിട്ടാണ് കണ്ടതെന്ന് പറയുന്നു. യെസ്, രഹസ്യമാണ്, അത് പ്യുവർലി പേഴ്സണൽ ആണെന്ന് അജിത് കുമാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? നമ്പ്യാർ ഇതിനെ കാണേണ്ടത് മറ്റൊരർത്ഥത്തിലാണ്. ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലത്തെയും രാഷ്ട്രീയ നയം എന്ന് പറയുന്നത്, വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം എന്ന് പറയുന്നത്, ഫാസിസം ഇന്ത്യയിൽ വരിക എന്ന് പറയുന്നത് ഭൂരിപക്ഷ ഹിന്ദു സമൂഹത്തിന്റെ ഹിന്ദുത്വ അജണ്ടയിലൂടെ RSS നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഫാസിസമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ കാഴ്ചപ്പാട്. ആ ഫാസിസത്തെ എതിർക്കുക എന്നുള്ളതാണ്. മദനിയെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുക, ഒരു കുഴപ്പമില്ല. മദനി പാവം വെള്ളരിപ്രാവാണല്ലോ. അതുപോലെ NDFന്റെ നേതാക്കന്മാർ, PFI നേതാക്കന്മാർ, ഇവരെയൊക്കെ ആശ്ലേഷിക്കാം, കെട്ടിപ്പിടിക്കാം, മുത്തം കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അവരെല്ലാം വെള്ളരിപ്രാവുകളാണല്ലോ അല്ലേ? പക്ഷേ RSS നേതാവിനെ കാണുമ്പോൾ അപ്പോൾ അയ്യോ വലിയ പ്രശ്നമാണ്. അങ്ങനെയല്ല, നിങ്ങളുടെ ഒരു പ്രശ്നം അവിടെയാണ്. നിങ്ങൾ ആഭ്യന്തര ശത്രുക്കളായി ഈ RSSന്റെ ബൗദ്ധിക രേഖയായ വിചാരധാരയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 3 വിഭാഗക്കാരാണ്. ആഭ്യന്തര ശത്രുക്കളിൽ ഒന്ന് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകളും ക്രിസ്ത്യാനികളുമാണ്. സ്വാഭാവികമായും രാഷ്ട്രീയപരമായി പ്രത്യയശാസ്ത്രപരമായി 2 ദ്വന്ദ്വമുഖങ്ങളിൽ നിൽക്കുന്ന 2 സംഘടനകൾ. ആ സംഘടനകളിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നയം നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം അതിലെ ഉദ്യോഗസ്ഥർക്കുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കന്മാരായിട്ടുള്ള ശ്രീ ദത്താത്രേയ ഹൊസബല്ലയും അതുപോലെ ശ്രീ റാം മാധവനെയും കാണുക അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനം തന്നെയാണ്. ഞാനും അത് തന്നെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അതൊരു സ്വകാര്യ സന്ദർശനം. അങ്ങനെ സ്വകാര്യ സന്ദർശനത്തിന് പോലും പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരും ഉയർന്ന ഉദ്യോഗസ്ഥരും ഒരുപക്ഷെ ഒരു സാമുദായിക സംഘർഷം ഉണ്ടായി ഇന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇതര സംഘടനകളുടെ നേതാക്കന്മാരുമായി ചർച്ച നടത്താറുണ്ട്. അതിൽ നിയമപരമായോ രാഷ്ട്രീയപരമായ ഒരു പെശകില്ല. ഇവിടെ യാതൊരു തരത്തിലുള്ള സാമുദായിക അസന്തുലിതാവസ്ഥയും നിലനിൽക്കാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും RSSന്റെ നേതാക്കന്മാരെ കണ്ടു എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി രാഷ്ട്രീയമായി സമീപിക്കാനാണ് ഇടതുപക്ഷം കാണുന്നത്. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ചൊരു അന്വേഷണം നടത്തണമെന്ന് പറയുന്നത്. ഇപ്പൊ അങ്ങ് ചോദിക്കുന്നു ശ്രീ ജയകുമാർ, അദ്ദേഹം RSSന്റെ ദീർഘകാലത്തെ RSSന്റെ പ്രിയപ്പെട്ട നേതാവാണ്, ഞങ്ങളൊക്കെ ജയന്റേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ അദ്ദേഹവുമായി അദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്നത് ഇതിൽ ഏതെങ്കിലും ഒഫൻസ്, ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ല പോലീസ് ഇപ്പൊ അന്വേഷിക്കുന്നത്. ഇതിൽ എന്താണ് വസ്തുത? അപ്പൊ ആ വസ്തുതയെ സംബന്ധിച്ച് അന്വേഷിക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ളത്. ഇപ്പൊ ജയന്റേട്ടൻ നോട്ടീസ് അയക്കാൻ പറ്റുന്നതാണ്. അങ്ങനല്ല, ഒരു വസ്തുതയെ സംബന്ധിച്ച് ഒഫൻസോ FIR അല്ല പോലീസ് ഇപ്പൊ അന്വേഷിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല ഇക്കാര്യത്തിൽ. ഇറ്റ് ഇസ് ഓൺലി ആൻ എൻക്വയറി. ആ എൻക്വയറി ആണ് പോലീസ്. അങ്ങനെയാണ് പിണറായി വിജയനെ അജിത് കുമാറിനെ വിളിച്ചു ചോദിച്ചാൽ പോരെ? തീർന്നില്ല? അല്ലെ DGPക്ക് അജിത് കുമാറിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ മൊഴിയെടുത്താൽ പോരെ? തീർന്നില്ല അവിടെ? സഖാവ് പിണറായി വിജയന്റെ പണി അതല്ല. അത് ചെയ്യാൻ കേരളത്തിലെ പോലീസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ അജിത് കുമാർ വഴി. ഓപ്പറേഷനുകളൊക്കെ നടത്തുന്നുണ്ടല്ലോ അജിത് കുമാർ വഴി.
അദ്ദേഹത്തെയാണ് അക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഡി ജി ആണ് ഇക്കാര്യത്തിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഡി ജി ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എങ്ങനെ വേണമെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം പോലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ ഇല്ല. അതുകൊണ്ടാണ് അത്തരത്തിൽ അങ്ങനെ ഒരു ഡിക്റ്റേഷൻ നടത്താൻ ആഗ്രഹിക്കാതിരിക്കുന്നതും അങ്ങനെ ഒരു ഡിക്റ്റേഷൻ നടത്താതിരിക്കുകയും ചെയ്യുന്നത് എന്ന് വേണം നാം ഇക്കടത്തി മനസ്സിലാക്കാൻ. അപ്പോ ഡി ജി പി നടത്തുന്ന അന്വേഷണത്തെ ഇടപെടാതിരിക്കുക, അതൊരു എൻക്വയറി ആണ്. ആ എൻക്വയറി പ്രോസസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ജയൻ ചേട്ടനെ അടക്കം വിളിച്ച് വിവരങ്ങൾ ചോദിക്കുക എന്നുള്ളത് സ്വാഭാവികമായും നടത്തുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടക്കട്ടെ എന്ന് എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് എന്തിനാ ഇത്ര വേവലാതി ഇക്കാര്യത്തിൽ? ഇല്ലെങ്കിൽ ഈ വിവാദം വളരെ എളുപ്പത്തിൽ തീർക്കാമായിരുന്നു. ഈ വിവാദം വളരെ എളുപ്പത്തിൽ തീർക്കുക എന്ന് പറയുന്നത് RSS നേതാക്കന്മാരായ ശ്രീ ദത്താത്രേയ ഹൊസബല്ലയും ശ്രീ റാം മാധവും എന്താണ് ശ്രീ MR അജിത്ത് വന്നത്, ഞങ്ങളോട് വന്ന് എന്ത് സംസാരിച്ചു ഇവരൊന്നും ഭീകരവാദികളല്ലല്ലോ അല്ലേ? പറഞ്ഞാൽ മതി. അല്ല, ഇവര് RSS കള്ളം പറഞ്ഞു ഇക്കാര്യത്തിൽ. ഇവര് ഒസാമ ബിൻ ലാദനോ അല്ലെങ്കിൽ മദനിയോ അല്ലല്ലോ. അങ്ങനല്ലല്ലോ. ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. ഒരു സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം എന്ന നിലയിൽ സമൂഹത്തിൽ വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ RSS അത് വിശദീകരിക്കാമല്ലോ. RSS എന്താ നിലപാടെടുത്തത്? കേരളത്തിലെ ഉത്തരമേഖല പ്രമുഖമായിട്ടുള്ള ശ്രീ ഈശ്വർ എന്താ പറഞ്ഞ്? അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു സന്ദർശനം നടത്തിയിട്ടില്ല എന്ന്. 2, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കള്ളം പറഞ്ഞില്ലേ പൊതുസമൂഹത്തോട്? ഇങ്ങനെ ഒരു ചർച്ച നടന്നില്ല, ഇങ്ങനെ ഒരു സന്ദർശനം നടന്നില്ല. അപ്പൊ അങ്ങനെ കള്ളം പറയേണ്ടി വരുന്ന സാഹചര്യം എന്തുകൊണ്ട് വന്നു എന്ന് പരിശോധിക്കപ്പെടണ്ടേ? അതാണ് അന്വേഷിക്കുന്നതിന്റെ കാതൽ എന്ന് പറയുന്നത്. അത് രാഷ്ട്രീയ അന്വേഷണമാണ്. ഒരു നിമിഷം വിദ്യാസാഗറിന് എന്തോ പറയാൻ ചോദിക്കാനുണ്ട്. പെട്ടെന്ന് ഒരു മിനിറ്റ് വിദ്യാസാഗറിന് എന്തോ ഒരു സംശയം ദൂരീകരിക്കേണ്ടതുണ്ട്, പ്ലീസ്. അല്ല, നമ്മുടെ അസ്കർ സാറിനോട് പറയാനുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമായില്ലേ അത് ഒഫീഷ്യൽ അല്ല എന്നുള്ളത്. സുരേന്ദ്രൻ പറഞ്ഞതും ഈശ്വരൻ പറഞ്ഞതും അവർ ഒഫീഷ്യൽ ആണെങ്കിലേ അവർ അറിയുള്ളൂ. എന്റെ വീട്ടിൽ ഇപ്പൊ ഒരു സുഹൃത്ത് വന്നാൽ ഞാനത് പാർട്ടി അറിയിച്ചിട്ടാണോ? അല്ലല്ലോ. അപ്പൊ അത് ഇറ്റ്സ് എ പ്യൂർലി പേഴ്സണൽ വിസിറ്റ്. അതുകൊണ്ട് പാർട്ടി അറിഞ്ഞ അജണ്ട അതിന്റെ പിന്നിലില്ല എന്നതാണ് അർത്ഥം. അല്ലാതെ അവർ കള്ളം പറഞ്ഞു നല്ല അർത്ഥം അല്ല. വിദ്യാസാഗർ, അതിനകത്ത് വേറൊരു വിഷയം കൂടെ ഉണ്ട്. ഒന്ന്, RSSന്റെ രാജ്യത്തെ 2ാമത്തെ സുപ്രീം കേരളത്തിൽ വരുമ്പോൾ കേരളത്തിന്റെ ഉത്തരമേഖല പ്രമുഖ ആ വിവരം വന്നത് അറിഞ്ഞില്ല, ആ സന്ദർശനത്തിൽ ആരൊക്കെ വരുന്നു എന്നുള്ളത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ RSS നേതാക്കന്മാർ കേരളത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യത്തെ കുറിച്ച് അങ്ങേക്ക് അറിയാനില്ലല്ലോ. ഒരു കാര്യം പറഞ്ഞോട്ടെ സാറേ, ഒറ്റ കാര്യം. അതായത് ഇപ്പോ പോലീസിന്റെ ആരോ അന്വേഷണല്ലേ പറഞ്ഞു, ഈ ദത്താത്രേയ ഹൊസബിളെ ആരാന്ന് അങ്ങ് തന്നെ പറഞ്ഞു. അങ്ങേരോട് പോയിട്ട് ഇവിടുത്തെ ഏതെങ്കിലും പോലീസുകാരൻ ചോദിക്കാൻ ധൈര്യപ്പെടും? ഇല്ല, അത്രയൊന്നും ചെറിയ ആളല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കുന്ന മാതിരി ഈ അന്ന് പോലീസുകാരൻ പോയിട്ട് ആരൊക്കെയാണ് ഇവിടെ വന്ന് എന്ന് ചോദിക്കാൻ പറ്റിയ ആളല്ല ദത്താത്രേയ ഹൊസബിളെ. അത് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വിവാദമൊക്കെ ഉത്തരത്തിൽ തട്ടാതെ തറയിലേക്ക് വന്ന് വീഴുന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയല്ല വിദ്യാസാഗർ, ഇത് ഈ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണെന്നേ. അതൊക്കെ ശരി തന്നെ. ശ്രീ ദത്താത്രേയ ഹൊസബിലെ ഇനി രാജ്യത്തിന്റെ സുപ്രീം ഒന്നും അല്ലല്ലോ. RSSന്റെ സെക്കൻഡ് സുപ്രീം എന്നുള്ളതല്ലേ ഉള്ളൂ. അല്ലാതെ രാജ്യത്തിന്റെ ദത്താത്രേയ ഹൊസബിളയ്ക്ക് നോട്ടീസ് അയക്കുവോ കേരള പോലീസ്? അതില് ശ്രീ ദത്താത്രേയ ഹൊസബിലേക്കോ ശ്രീ റാം മാധവിനോ നോട്ടീസ് അയക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് DGP ആണ്. DGPക്ക് തീരുമാനിക്കാവുന്ന DGP എൻക്വയറിയുടെ ഭാഗമായി ആർക്കൊക്കെ നോട്ടീസ് അയക്കുന്നു എന്നുള്ളത്. ഇതിപ്പോ ആരെ സുഖിപ്പിക്കാനാണ് ഈ അന്വേഷണം അഡ്വക്കേറ്റ് അസ്കർ? ഇതിൽ ആരെ നിങ്ങൾക്ക് വിഷമമുണ്ടാകേണ്ട കാര്യം എന്താ? ഇതിൽ ആരെ സൂചിപ്പിക്കേണ്ടത്? വേറെ നിങ്ങൾക്ക് രാഷ്ട്രീയപരമായി ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അന്വേഷണത്തെ മാത്രമല്ല, ഇത് വളരെ എളുപ്പത്തിൽ തീരുന്ന കാര്യമുള്ളൂ. RSS ഒരു പത്രവാർത്ത ഇറക്കി. RSS പറയുകയാണ് ഇത് ഒരു തരത്തിൽ ഈ സന്ദർശനം സ്വകാര്യ സന്ദർശനമായിരുന്നു. ഞാനും അത് സ്വകാര്യ സന്ദർശനമൊന്നും ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ അദ്ദേഹം പുറത്തു പറയുമ്പോൾ അദ്ദേഹം കള്ളം പറയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളെന്ന നിലയിൽ ശ്രീ ജയൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്, ശ്രീ ജയകുമാർ പറഞ്ഞിട്ടുള്ളത് കള്ളത്തരം പറയില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം മാധ്യമത്തിന് തന്നെ അഭിമുഖം നൽകിയിട്ടുള്ളതാണ്. ഇക്കാര്യത്തിൽ സ്വകാര്യ സന്ദർശനമായിരുന്നു. ശ്രീ MR അജിത്തും ജയൻ ചേട്ടനും ഒരുമിച്ച് പഠിക്കുകയും ഒരേ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ആളുകൾ, അന്നു മുതൽ സൗഹൃദം സൂക്ഷിക്കുന്ന ആളെന്ന നിലയിൽ സ്വാഭാവികമായി അവരൊരു വ്യക്തിപരമായ സന്ദർശനം നടത്തിയിട്ടുണ്ടാവാം. ആ വ്യക്തിപരമായ സന്ദർശനത്തെ രാഷ്ട്രീയമായ കാതലോടുകൂടി കാണരുത് എന്നുള്ള കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അതൊരു വ്യക്തിപരമായ സന്ദർശനം എന്ന് വിശ്വസിക്കാനാണ് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് അവസാനം വരുന്നതുവരെയും അല്ലെങ്കിൽ അതിന് മറിച്ചൊരു റിപ്പോർട്ട് വരുന്നതുവരെയും ആഗ്രഹിക്കുന്നത്. കാരണം ജയൻ ചേട്ടൻ കള്ളം പറയില്ല എന്ന് ഉറച്ച വിശ്വാസം ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ 100% വിശ്വസിക്കുന്നു.